ഇതിൻ്റെ ലാസ്റ്റത്തെ കുറച്ച് ചാപ്റ്റേഴ്സ് അത് കുറച്ച് ഡീപ്പാണ്, ഇത്തിരി ഡിസ്റ്റർബിങ്ങുമാണ്. ഈ ഇനി എവിടെയെങ്കിലുമൊക്കെ എൻ്റെ മകളുണ്ടാവുമോ, എനിക്ക് അവരെ തിരിച്ചു കിട്ടുമോ എന്ന് അന്വേഷിച്ചിട്ട് അമ്മ ഇങ്ങനെ നടക്കുന്ന ആളുകളെ മീറ്റ് ചെയ്യുന്നത്, കാണുന്ന ഇല്യൂഷൻസ്, കാണുന്ന സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങളിൽ ചിലത് സത്യമാവുന്നത് ശരിക്കും വളരെ ത്രില്ലിംഗ് ആണ്. എന്നാൽ പക്ഷെ ഇത് നടന്ന കാര്യമാണല്ലോ അല്ലെങ്കിൽ ഒരാൾക്ക് പറ്റിയതാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അത്ര സുഖകരവുമല്ല. ഇതിനകത്ത് ഈ ഒരു വയസ്സായിട്ടുള്ള കണ്ണ് കാണാത്തൊരു സ്ത്രീയുടെ അടുത്തേക്ക് പോകുമ്പോൾ അവൾ സുരക്ഷിതമായ സ്ഥലത്താണ് എന്നുള്ള മറുപടി കിട്ടിയ സമയം, ആ സമയത്തൊക്കെ മാനസികമായിട്ട് അമ്മ ഓക്കെ ആയിരുന്നു? മാനസികമായിട്ട് ഞാൻ നല്ല ബാലൻസ് ഉള്ളതുകൊണ്ടാണല്ലോ ഇതിന് പോണത്. ഭ്രാന്ത് പിടിച്ച ഓട്ടമായിരുന്നില്ല എനിക്ക്. എനിക്കിതിനൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു, നല്ല ക്ലാരിറ്റി. അതുകൊണ്ടല്ലേ ഇത്ര ഓർത്തെടുത്ത് ചെയ്യാനും പറയാം. എനിക്ക് ആ ഓരോ സീൻ ഇപ്പോഴും ഓർമ്മയുണ്ട്, ഫ്രഷാണ്. അപ്പം ഞാൻ ഇന്നലെ പോയ മാതിരിയുണ്ട്. അത് ഞാൻ മാനസികമായി ആയിട്ട് ഞാൻ എന്നെ അങ്ങനെ വാർത്തെടുത്ത് വെച്ചിരിക്കല്ലേ. ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ പിന്നെ ഒരു അമ്മ എന്നുള്ള മട്ടിലും ഒരു അമ്മയോ ഒരു സ്നേഹിതയോ എന്തൊക്കെ ഞങ്ങൾ അത്ര തമ്മിൽ ചെവിയിൽ സ്വകാര്യം പറയണതാണ് അമ്മയും മോളും. നമ്മളെ പറ്റി ഒരാളെ പറ്റി നമുക്ക് ഇത് കമൻറ്റ് ചെയ്യണമെങ്കിൽ അവൾ എന്നോട് പറയും, ഞാനും പറയും. എന്നിട്ട് ഞങ്ങൾ ഇത് ചിരിക്കും. അങ്ങനെ കുറച്ച് മഹാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് നല്ല ഓർമ്മ. എനിക്കല്ലാണ്ട് ഒരു ഇല്യൂഷൻ അങ്ങനെയൊന്നുമില്ല. ഐ വാസ് വെരി ക്ലിയർ. അപ്പം എന്നെ കൂടെ എനിക്ക് കൊണ്ടുവന്ന ഒരു കന്നഡക്കാരായിരുന്നു. കൊണ്ടുവരുന്നവർക്ക് അറിയാലോ, അവർക്കും വളരെ ക്ലാരിറ്റി ഉള്ള ആൾക്കാരാണ്. ഒന്നിൻ്റെ പിന്നാലെ പോകുന്ന ആൾക്കാരല്ല. ഇപ്പം മനീഷയുടെ ഞാൻ ഒരു ഗുജറാത്തി അത് ഞാൻ എഴുതിയിട്ടില്ലേ, അത് ശരിക്കും നടന്ന സംഭവമല്ലേ. അതൊക്കെ ഞാൻ തന്നെ, എനിക്കും കുറച്ചൊരു ഇതുണ്ടായിരുന്നു, സത്യമാണോ ശരിയോ നോക്കാല, അങ്ങനെയായിരുന്നു എനിക്കും ഉണ്ടായിരുന്നത്. ഒരു ചെറിയ ക്രിട്ടിക്കലായിട്ടാണ് ഞാൻ പോയിരുന്നത് അവിടെയൊക്കെ. എത്രത്തോളം ഒരു ചെറിയൊരു പരീക്ഷണം, അവരെ പരീക്ഷിക്കാം എന്ന ഒരു ചെറിയ ദുർബുദ്ധി കൂടി ഉള്ളിലുണ്ടായിരുന്നു ചെല്ലുമ്പോൾ. അപ്പോൾ അത് ആ ഗുജറാത്തീസിൻ്റെ അവർ പറയണത് അതിശയം. കാരണം എൻ്റെ ഭാഷയിൽ എന്നെ അറിയില്ല. ആ ക്രൗഡിൽ ഒരു മനുഷ്യനും എന്നെ അറിയില്ല, ഒരു സ്ത്രീക്ക് പോലും എന്നെ അറിയില്ല, ഞാൻ ആരാന്നറിയില്ല. അത് ഒറ്റ മലയാളിയാണ് അവിടെ. ബാക്കി മുഴുവൻ ഇരിക്കുന്നത് ഗുജറാത്തി ലേഡീസാണ്. ആ വലിയൊരു ചമക്കാളിട്ട് വലിയൊരു ഇതിൽ സെറ്റിൽ. പ്രേക്ഷകർക്ക് വേണ്ടി ആ ഒരു സംഭവം ഒന്ന് വിവരിച്ചു കൊടുക്കും. ഏതാ ഈ സംഭവം ഒന്ന് വിവരിച്ചു കൊടുക്കും. ഇതോ? ഇതെങ്ങനെയാന്ന് വെച്ചാൽ മനുഷ്യയുടെ ഫ്രണ്ടാണ്, വളരെ ക്ലോസ് ഫ്രണ്ടാണ് റൂപ്പൽ. അത് പിന്നെ ഗുജറാത്തി കുട്ടിയാണ്. അപ്പം അവളെ അമ്മ ഞങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ക്ലോസ് ആയിട്ടുള്ള നല്ല ക്ലോസ് പറഞ്ഞാൽ അവിടെ 3 സ്റ്റുഡൻസ്, 3 പിള്ളേരാണ് അവളുടെ ഫ്രണ്ട്സിന്. ഇവർ രണ്ടുപേരെയും ഒരുമിച്ചാണല്ലോ കാണാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ വരും, ഇടയ്ക്കിടയ്ക്ക് വന്നിരിക്കും, എൻ്റെ അടുത്ത് വന്നിരിക്കും. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മോനിശ്ശേരി മാറാൻ തുടങ്ങി അവരുടെ കൂടെ ഇരുന്നിട്ട്. അങ്ങനെ ആയിപ്പോയി ഞാൻ മെൻ്റലി. അത് ഞാൻ വേറെ എൻ്റെ ഒരു ഓട്ടോബയോഗ്രഫി എഴുതും. അപ്പോൾ അതിലേക്ക് ഇതൊക്കെ വരും, ഒരുപാട് കാര്യങ്ങൾ. അതൊന്നും ഇതിലേക്ക് വരേണ്ടതല്ലാത്തതുകൊണ്ട് ഞാൻ എഴുതിയിട്ടില്ല. അപ്പോൾ അവർ വന്നു, ആൻറ്റി. അപ്പം ഞാൻ അങ്ങനെ ചോദിച്ചു. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, വി ആർ ഓൾ അലൈവ് ആൻറ്റി, ഐ ഓൺലി ഷീ ലെഫ്റ്റ്. അവരെ സങ്കടം കൊണ്ട് അവരെന്നോട് ചോദിക്കുന്നതാണ്. ഞാനപ്പോൾ അങ്ങനെ ഇതെന്താ, ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ, എന്തുകൊണ്ട് മോനിഷ മാത്രം പോയത് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഐ ഡോണ്ട് നോ വേർ ഷീ ഈസ്. എവിടെ പോയി ഞാൻ ചോദിച്ചു. എനിക്ക് എവിടെ പോയി എങ്ങനെ അറിയണം, എനിക്കൊരു 3 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോഴാണ് അവൾ പറയുന്നത്, അപ്പോൾ ആൻറ്റി കം വിത്ത് അസ്, ഞാൻ കൊണ്ടുപോയ സ്ഥലത്ത് എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാറിലൊക്കെ ഇരിക്കാനൊക്കെ. എനിക്ക് എന്നാലും കൊണ്ടുപോയി എനിക്കൊരു സ്ഥലമൊക്കെ ഉണ്ട്, ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ അതൊരു വലിയൊരു കാർ ഷെഡാണ്. ആ കാർ ഷെഡിൻ്റെ വലിയൊരു സ്ക്രീൻ ഇട്ടിട്ട് ഇതിൻ്റെ പിന്നിൽ അവരിയ്ക്കുക. അത് ട്വിൻസാണ്. അപ്പോൾ ആ ഒരു 5 മണി വരെ, 5 മണി 5:30 ആയാൽ മാത്രമേ ആ സ്ക്രീൻ മാറ്റുള്ളൂ. സാധാരണ വലിയ സ്ക്രീനല്ലേ, അതിങ്ങനെ മാറ്റും. അപ്പോൾ 5 മണി വരെ അവർ രണ്ടുപേരും എന്തൊക്കെയോ ധ്യാനോ എന്തൊക്കെയോ ആണെന്ന് കേട്ടു. അപ്പോൾ മുമ്പിൽ ഇങ്ങനെ ഫുള്ള് ജമക്കാളം, അങ്ങനെ ജമക്കാളം എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ, നിലത്ത് പരവതാനിമായി ഭജനയ്ക്കൊക്കെ ഇരിക്കണ മാരത്തെ അതുപോലെ ഇങ്ങനെ നിറച്ചിങ്ങനെ ഇട്ടിട്ടുണ്ട്. അതിന് മുകളിൽ എല്ലാവരും ഇരിക്കുക, എല്ലാം ഒക്കെ അവരുടെ കമ്മ്യൂണിറ്റി ലേഡീസാണ് കൂടുതൽ. അപ്പം എല്ലാവരും കുറേ പേര് കാണാൻ വന്നിട്ട് ഇരിക്കുന്നുണ്ട്. അവരെന്തൊക്കെയോ ഇങ്ങനെ ഒരു പാട്ടൊക്കെ ഇങ്ങനെ പാടും, ഇവർ കയറും. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരുപോലെ ട്വിൻസ് ആയതിന് ഒരുപോലെ കണ്ടാൽ മനസ്സിലാവില്ല, അങ്ങനെ ഒറ്റുപോലെ ഇരിക്കും. അപ്പോൾ 2 സ്റ്റൂളും മേലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്.
അപ്പോൾ ഇങ്ങനെ ഞാൻ കുറച്ച് ബാക്കിലാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു സ്റ്റൂളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടല്ലോ. അത് കുട്ടികൾ മോഡ കാറിൽ വെക്കും. ആ. ഈ ഒരു മോഡ ഉണ്ടല്ലോ അത്. അപ്പോൾ അതിൽ ഇരുത്തും, നിലത്തിരിക്കാൻ വയ്യല്ലോ. അപ്പോൾ അവിടെ ഇരിക്കും. പിന്നെ ഇവരൊന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ആൻറ്റി 3 ക്വസ്റ്റ്യൻസ് എഴുതിക്കോളും, എഴുതിയിട്ട് എൻ്റെ അമ്മ ട്രാൻസ്ലേറ്റ് ചെയ്തോളും. ഇംഗ്ലീഷിൽ എഴുതിക്കോളും, ഗുജറാത്തിയിൽ എൻ്റെ അമ്മ ട്രാൻസ്ലേറ്റ് ചെയ്ത് ചോദിക്കുമ്പോൾ അവർ ആൻസർ തരും ഗുജറാത്തിയിൽ. അപ്പോൾ ഞങ്ങളത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ആൻറ്റിക്ക് പറഞ്ഞുതരാം. അത് പറഞ്ഞു അങ്ങനെ ഇരുന്നു. അപ്പോൾ ആദ്യം ഒരു സ്ത്രീ ചോദിച്ചു, 3 ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടുള്ളൂ. അവർ ചോദിച്ചു. അപ്പോൾ അവരെന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു, മനസ്സിലായില്ല. അപ്പോൾ ഇവരിവിടുന്ന് ഇങ്ങനെ കൈ കാണിച്ചു, കൈ പൊന്തിച്ചു, ചോദിക്കാനുണ്ട് ഈ കുട്ടറ അമ്മ. അപ്പം ഞാൻ അപ്പോൾ അവരെ പേപ്പറിൽ അത് വായിച്ചു നോക്കിയത് 3 ക്വസ്റ്റ്യൻ. അപ്പം ഞാനതിൽ എഴുതിയ 3 ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ അവർ ഇങ്ങനെ ഗുജറാത്തിയിൽ ഈ ചോദ്യം ചോദിച്ചപ്പോൾ അപ്പോൾ അവർ തന്ന ആൻസർ ഇവർ ട്രാൻസ്ലേറ്റ് ചെയ്യാണ്. അതാണ് ഈ 3 ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞത്. ഇതേ ആൻസറാണ് എനിക്ക് എല്ലാവരും തന്നത്, അല്ലേ? അവൾ സുരക്ഷിതയാണ് ആണ്. പിന്നെ അവർ പറഞ്ഞത് ഇവർ അർഹിക്കാത്തതായിരുന്നു ഒരു പെൺകുട്ടീനെ, അതവർ പറഞ്ഞു. അപ്പം അതെൻ്റെ ആദ്യത്തെ കവിതയിൽ വന്നു. അതിൽ എഴുതിയിട്ടുണ്ട്, നൊന്തുപെറ്റപ്പോൾ അറിഞ്ഞില്ല എന്നുള്ള ആ ഒരു കവിതയല്ല, ഒരു പോയം മാതിരി എഴുതിയിട്ടുണ്ട് അതിൽ. അത് അല്ല, അവർ പറഞ്ഞതാ, ഇവരെ അർഹിക്കണതല്ലായിരുന്നു. ഇവരുടെ പ്രാർത്ഥന സഹിക്കാൻ വയ്യാതെ വരം തരണമല്ലോ ദൈവം, അവർ പറഞ്ഞ വാക്കാതെ. അപ്പോൾ ദേവി ഒരു വരം കൊടുക്കണം. ഇവർ അത്ര അധികം പ്രാർത്ഥിച്ചു ഒരു പെൺകുട്ടിയെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദേവി കൊടുത്തൊരു വരം, അതൊരു ദേവിയുടെ ഒരു രശ്മിയായിട്ട് വന്നിട്ട് പോയി. അതുകൊണ്ട് ഇവരുടെ പ്രാർത്ഥന ആൺകുട്ടിയായിരുന്നെങ്കിൽ ഇവർ മരിക്കുന്നു കഴിഞ്ഞ് എന്താ പറയില്ല, നമ്മൾ പറയില്ലേ, പിന്നെ കത്തിക്കാൻ, ചുടല കത്തിക്കാൻ വരെ കൂടെ ഉണ്ടാവും, ആൺകുട്ടി ആയിരുന്നെങ്കിൽ. പക്ഷെ ഇവർക്ക് പെൺകുട്ടി വേണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ അവർ കഠിനമായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ 10 ഇത്രയും മാസങ്ങൾ അവർ കഠിനമായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിൻ്റെ നിവൃത്തിയില്ലാണ്ട് ഒരു വരമായിട്ട് വന്നിട്ട് പോയതാണ്. അവർക്ക് പെൺകുട്ടിക്ക് അർഹതയില്ല. ഇത് അവർ എനിക്ക് പറഞ്ഞു തരാണ്. അപ്പോൾ വന്ന മാതിരി തന്നെ തിരിച്ചുപോയി. അപ്പോൾ അതൊരു ഡിവൈൻ പവറാണെന്ന് ഞാൻ വിശ്വസിക്കാതെ പറ്റുമോ? അത്രേ ഞാൻ പറയുള്ളൂ. ഞാനിതിപ്പോൾ എല്ലാവരും വിശ്വസിക്കണമെന്നല്ല, ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൻ്റെ മനസ്സ് അങ്ങനെയല്ല എനിക്ക് വന്നത്. അതുപോലെ തന്നെ ഈ സുരക്ഷിതയാണെന്ന് പറഞ്ഞ അവര് പറയുന്നുണ്ടല്ലോ, വീടിന് ചുറ്റും നടക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അത് വേറൊരാൾ സോറി വേറൊരാൾ പറയുന്നുണ്ട് വീടിന് ചുറ്റും, അത് 3-4 സ്ഥലത്ത് പോയത് ഞാൻ. പക്ഷെ അവിടെയും പറയുന്നുണ്ട് അവര് സുരക്ഷിതയാണ്, അവര് കണ്ടന്റ് ആണ്, സംതൃപ്തിയായിട്ടാണ് പോയിട്ടുള്ളത്. പക്ഷെ വീടിന് ചുറ്റും നടക്കേണ്ടവർക്ക് വാതിലുകളും ജനലുകളും ഒന്ന് തുറന്നിട്ടേക്കൂ. അപ്പൊ ശരിക്കും അങ്ങനെ തുറന്നിട്ടിട്ട് ഇരുന്നിട്ടുണ്ടോ? ഇഷ്ടം പോലെ ഞാൻ എഴുതിയിട്ടല്ല. ഞാൻ പലതവണ നീ എത്ര പ്രാവശ്യം വന്നു, നീ എത്ര പ്രാവശ്യം വന്നു പോയി എന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ എഴുതി. എനിക്ക് നമ്മൾ സാധാരണ മനുഷ്യല്ലേ, ഒരു കണ്ണൊന്നും കാണാൻ പറ്റുമോ? അങ്ങനെ നമുക്കൊരു റേസും കാണാൻ പറ്റില്ലല്ലോ. വന്നോ പോയോ നമ്മൾ ഊഹല്ലേ, നമ്മൾ ഈ വിശ്വാസത്തിൽ മാത്രം ജീവിക്കല്ലേ. അത്ര അങ്ങനെ ഒരു പക്ഷേ ഒരു കാര്യമുണ്ട്, ചിലപ്പോൾ ചില ഫീല് വരും, ഒരു എനർജിയുടെ ഫീല് വരും. അതൊക്കെ പറഞ്ഞാൽ ഞാൻ മറ്റുള്ളവർക്ക് പേടി വരും. അങ്ങനെ ഞാൻ വീട്ടിൽ ആരോടൊന്നും പറയാറില്ല. ഒരു എനർജി ലെവൽ ഉണ്ടെന്ന് എന്നും എനിക്ക് വിശ്വാസം. ആത്മാവിനെ അറിയാൻ സാധിക്കാറുണ്ട്. അതൊക്കെ ഒരു വേറെ സബ്ജക്റ്റ് അല്ലേ. അത് ആത്മാക്കളെയും അത് വേറെ സബ്ജക്റ്റ്, അതൊന്നും തുറക്കാൻ പറ്റില്ലല്ലോ, അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് അല്ലേ. പക്ഷെ അതൊരു ബലമായിട്ട് ഞാൻ എടുത്തു. അതെനിക്ക് ശക്തി തരാ ചെയ്ത്. അപ്പം ഞാൻ അതിനെ പൊലിപ്പിച്ച് ഇങ്ങനെ അല്ല നടക്കുകയല്ല ചെയ്ത്, ഞാനതൊരു ശക്തി ഏറ്റെടുത്തു. അതിനൊരു മാജിക്കിന്റെ എലമെന്റിലേക്ക് ഒന്നും കൊണ്ടുവരാതെ കംപ്ലീറ്റ്ലി കോൺഫിഡൻസ് ആയിട്ട് ഇന്നർ സെൽഫിനെ ബിൽഡ് ചെയ്യാൻ അത് ഞാനൊരു പ്രാക്ടിക്കലാക്കി. ആക്സെപ്റ്റഡ്, നമ്മൾ പറയില്ലേ ആക്സെപ്റ്റ് ചെയ്യുന്നത്, എന്താ പറയുക, സ്വീകരിക്കുക. ആക്സെപ്റ്റഡ് എന്ന് പറയുമ്പോൾ, ആക്സെപ്റ്റ് എന്നുള്ള മലയാളം പറയുമ്പോൾ നമ്മളതിനെ ഉൾക്കൊള്ളുക, അങ്ങനെ ഉൾക്കൊണ്ട്. അപ്പോൾ ഞാൻ അതാണ് ഞാൻ കൺവേർട്ട് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് മാറ്റിയിട്ടാണ് ഈ വയസ്സിൽ ഇപ്പോൾ നിങ്ങളുടെയൊക്കെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഈ പുസ്തകം എഴുതി തീർന്നിട്ട് അതുവരെ ഞാൻ പറയാം, ഇതിൽ ഒരുപാട് അത് തന്നെ വേറൊരു ബുക്ക് ഞാൻ എഴുതുന്നുണ്ട് വെച്ചാൽ ഹൗ ഐ റോട്ട് മനീഷാസ് ബുക്ക്.
32 കൊല്ലമായിട്ട് ആദ്യത്തെ മുമ്പിലുള്ള കവിത 93 നവംബറിൽ എഴുതിയതാണ്, മിഡ് നൈറ്റിൽ. അതായത് ഒരു വർഷം തികയണതിന് മുമ്പേ. അതാണ് ഓർമ്മയായി തീർന്നൊരൻ പൈതലേ എന്നുള്ള ആ ഒരു പാട്ട് 4 വരി.